ഇനി നമുക്ക് ഷോൾഡർ ബോൺസ് അല്ലെങ്കിൽ പെക്ടോറൽ ഗ്രിഡിലിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഷോൾഡർ ബോൺസ്. അപ്പൊ നോക്ക്, നമ്മുടെ ഷോൾഡർ ബോൺസ് അഥവാ പെക്ടോറൽ ഗ്രിഡിൽ എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ശ്രദ്ധിച്ചോളാം, എന്താണ് ഷോൾഡർ ബോൺസിന്റെ കേസൊക്കെ കാര്യങ്ങൾ നോക്കാം. ദ ഷോൾഡർ ഗ്രിഡിൽ is made up of two pairs of bones, the collar bones and the shoulder blade. എന്തൊക്കെ തരത്തിലുള്ള ബോൺസ് ആണ് നമ്മളത് മേഡ് ചെയ്തിട്ടുള്ളത് മക്കളെ? എന്തൊക്കെയാണ്? the collar bones and ഇതെന്താണ്? the shoulder blade വെച്ചിട്ടാണ്. അതായത് the shoulder griddle is made up of two pairs of bone. ഈ രണ്ട് പേയേഴ്സ് വെച്ചിട്ടാണ് നമ്മുടെ പെക്ടോറൽ ഗ്രിഡിൽ അല്ലെങ്കിൽ ഷോൾഡർ ഗ്രിഡിൽ എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നത്, നമുക്കത് മേഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ മക്കളെ? സോ ദ ഷോൾഡർ ഗ്രിഡിൽ ഇസ് മേഡ് അപ്പ് ഓഫ് എന്താണ്? രണ്ട് തരത്തിലുള്ള പേയേഴ്സ് ഓഫ് ബോൺസ്, ദാറ്റ് ദ കോളർ ബോൺസ് ആൻഡ് ദ ഷോൾഡർ ബ്ലേഡ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ സെറ്റ് അല്ലേ? ഇതിവിടെ ഓക്കെ ആണ്. സെറ്റ്. ഓക്കെ. നൗ സി ദ ഷോൾഡർ ബോൺസ് provide attachment to the arm bones. Okay, the shoulder bones provide attachment to the arm bones. They provide attachment to even muscles also. appo nokku makkale, the shoulder bones endana provide cheya? They provide attachment to the arm bones ന് ഷോൾഡർ ബോൺസ് അറ്റാച്ച്മെന്റ് കൊടുക്കും. ഈ ഒരു അറ്റാച്ച്മെന്റ് ആണ് ഷോൾഡർ ബോൺസ് ആമിന് കൊടുക്കുന്നത്. അതേപോലെ തന്നെ they provide attachment ആർക്കും കൂടി കൊടുക്കും മക്കളെ? ടു മസിൽസിനും കൂടി അറ്റാച്ച്മെന്റ് കൊടുക്കില്ലേ? അഥവാ കൊടുത്തിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്, നമുക്ക് മൂവ്മെന്റ് പോസ് ചെയ്യാനാവില്ല. സോ മസിൽസിനും അതേപോലെ തന്നെ ആം ബോൺസിനും അവര് അറ്റാച്ച്മെന്റും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. They provide an attachment. They provide attachment to the arm bones and they provide attachment to the muscles. You can see the structure just ഒന്ന് പറഞ്ഞാൽ നമ്മളിവിടെ സ്കാപ്പുല ഈ ഒരു കേസ് ഷോൾഡർ എന്ന രീതിയിൽ നമ്മൾ പറയുമ്പോൾ ഷോൾഡർ രീതിയിൽ നമുക്ക് ഈ ഒരു ഏരിയ ഉണ്ടാവും, അത് അറ്റാച്ച്മെന്റ് ടു ആം ബോൺസും അതേപോലെ തന്നെ ഇവിടെയുള്ള മസിൽസിനും അതിന് അറ്റാച്ച്മെന്റ് പ്രോപ്പറായിട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഒരു ബോൺ ഇവിടെയുണ്ട്, അതിൻ്റെ അടുത്ത ബോണിന്റെ കണക്ഷൻ ഇവിടെയുണ്ട്. ആ രീതിയിലാണ് നമ്മൾ ഇവിടെ എന്താ പറയുക, മേഡ് അപ്പ് ഓഫ് കോളർ ബോൺസ് ആൻഡ് കോളർ ബോൺസ്. നമ്മുടെ കോളറിന് ഈ ഒരു ബോൺസിന് ഇവിടെ ഒരു രീതിയിലുള്ള ബോൺസ് ഉണ്ടാവില്ലേ, ഇവിടെ ഈ രീതിയിൽ കോളർ ബോൺസ് നമ്മുടെ ബ്ലേഡ് ആയിട്ടുള്ള ഷോൾഡർ ബ്ലേഡ് ആയിരുന്നു നമുക്ക് പറയാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഷോൾഡർ ബോൺസ് പെക്ടോറൽ ഗ്രിഡിൽ നമുക്ക് പറയാനുള്ളത്. ക്ലിയർ അല്ലേ മക്കളെ? സോ ദ ഷോൾഡർ ഗ്രിഡിൽ ഈസ് മേഡ് അപ്പ് ഓഫ് ടു പെയേഴ്സ് ഓഫ് ബോൺസ്, ദ കോളർ ബോൺസ് ആൻഡ് ദ ഷോൾഡർ ബ്ലേഡ്. കോളർ ബോൺസ് ആൻഡ് ദ ഷോൾഡർ ബ്ലേഡ് ആയിട്ടാണ് അത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ദ ഷോൾഡർ ബോൺസ് പ്രൊവൈഡ് അറ്റാച്ച്മെന്റ് ടു ദ ആം ബോൺസ്. They provide attachment to muscles. They provide bones to muscles. They provide attachment to muscles also. ഇത്രയും കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഷോൾഡർ ബോൺസിന്റെ കേസിൽ നമ്മൾ പരിചയപ്പെട്ടത്. ഐ ഹോപ്പ് ദ ഷോൾഡർ ബോൺസ് ഈസ് ക്ലിയർ ഫോർ യു. ക്ലിയർ അല്ലേ മക്കളെ? സെറ്റിൽ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് പെൽവിക് ഗ്രിഡിൽ പഠിക്കണം. എന്താണ് പെൽവിക് ഗ്രിഡിൽ അല്ലെങ്കിൽ ഹിപ്പ് ഗ്രിഡിൽ? നോക്ക്, പെൽവിക് ഗ്രിഡിൽ അഥവാ എന്താണ് ഹിപ്പ് ഗ്രിഡിൽ? ഈ ഒരു റീജിയണിലെ ഹിപ്പ് റീജിയണിലെ ഗ്രിഡിൽ, നമ്മുടെ ഹിപ്പ് റീജിയൻ ആണ്. അവിടെ നോക്ക്, നമുക്ക് എങ്ങനെയാണ് അതിന് പറയാൻ പറ്റുക നോക്കാം. ക്ലിയർ ആയിട്ട് നോക്കേ. ലൊക്കേറ്റഡ് ഇൻ ദ ലോവർ പാർട്ട് ഓഫ് ദി ട്രങ്ക്, അതായത് ലോവർ പാർട്ട് ഓഫ് ദി ട്രങ്കിലാണ് ലൊക്കേറ്റഡ് ഹിപ്പ് ഗ്രിഡിൽ. പെൽവിക് ഗ്രിഡിലേക്ക് അപ്പൊ എന്താണ് ലൊക്കേറ്റഡ് അറ്റ് ദ എന്താണ് ലോവർ പാർട്ട് ഓഫ് ദി ട്രങ്ക്. ലോവർ പാർട്ട് ഓഫ് ദി ട്രങ്ക്. ക്ലിയർ ആണോ? ലൊക്കേറ്റഡ് അറ്റ് ദ ലോവർ പാർട്ട് ഓഫ് ദി ട്രങ്ക്. Hip girdle is made up of 3 pairs of bones. It is made up of 3 pairs of bones. It is made up of എന്താണ് മക്കളെ? made up of 3 bones, 3 pairs of bones ആയിട്ട് നമുക്ക് പറയാം. ഒന്ന്, number 1 we have what is ilium. We have ilium. Number 2 we have ischium and 3 we have pubis. അപ്പോൾ നമുക്ക് എന്തൊക്കെയുണ്ട്? വി ഹാവ് ഇലിയം ഉണ്ട്, ഇലിയം റീജിയൻ ഉണ്ട്. നമുക്ക് ഇതാ ഇലിയം എന്ന് പറഞ്ഞ റീജിയൻ ആയിട്ട് നമുക്ക് ഇവിടെ ഉണ്ട്.
ഓക്കെ അല്ലേ? ഇനി ഇഷ്യം എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് ഇഷ്യം റീജിയൻ, ഇഷ്യം പ്യൂബിസ് എന്നുണ്ട്, ഇഷ്യം ഉണ്ട്. അതേപോലെ തന്നെ പ്യൂബിസ് എന്ന രീതിയിലുള്ള ബോൺ നമുക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ അല്ലേ? പ്യൂബിസ്, ഇലിയം, ഇഷ്യം ആൻഡ് പ്യൂബിസ്. ഇലിയം, ഇഷ്യം ആൻഡ് പ്യൂബിസ് ആണ് അതിന്റെ ടൈപ്സിൽ വരുന്നത്. ഇലിയം, ഇഷ്യം ആൻഡ് പ്യൂബിസ്. ഇലിയം, ഇഷ്യം ആൻഡ് പ്യൂബേസ്. എങ്ങനെയൊക്കെയാണ് വരുന്നത് മക്കളെ? ഇലിയം, ഇഷ്യം ആൻഡ് പ്യൂബിസ് ആണ് അതിന്റെ ടൈപ്സ്. ഇത്രയും കാര്യങ്ങൾ സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? ഇനി നമുക്ക് അതിന്റെ ഫങ്ഷൻസിലോട്ടേക്ക് കടന്നാലോ? ഫങ്ഷൻസ് നോക്കാം നമുക്ക് ക്ലിയർ ആയിട്ട്. ഫങ്ഷൻസ് എന്തായിരിക്കും മക്കളെ? പ്രൊവൈഡ് അറ്റാച്ച്മെന്റ് ടു ദ തൈ ബോൺസ്. തൈ ബോൺസിന് അതിന്റെ അറ്റാച്ച്മെന്റ് കൊടുക്കുന്നുണ്ട്. പ്രൊവൈഡ് അറ്റാച്ച്മെന്റ് ടു ദ thigh bones. Provide attachment to the thigh bones. Thigh bonesനായിട്ടുള്ള അറ്റാച്ച്മെന്റ് ആണ് അതിനെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? പ്രൊവൈഡ് അറ്റാച്ച്മെന്റ് ടു ദ thigh bones. പ്രൊവൈഡ് അറ്റാച്ച്മെന്റ് ടു ദ thigh bones. ക്ലിയർ അല്ലേ? പ്രൊവൈഡ് അറ്റാച്ച്മെന്റ് ടു ദ thigh bones. Thigh bonesനുള്ള അറ്റാച്ച്മെന്റ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇനി പ്രൊവൈഡ് അറ്റാച്ച്മെന്റ് ടു ദ മസിൽസ്. ഇറ്റ് ഓൾസോ പ്രൊവൈഡ് attachment to the muscles. It also provide attachment to the muscles. It also provide what? Attachment to the muscles. It also provide attachment to the muscles. ഇത് മസിൽസിനും കൂടിയുള്ള അറ്റാച്ച്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. It also provide attachment to the muscles. It also provide the attachment to the muscles. ക്ലിയർലേ മക്കളെ? ഇനി ശ്രദ്ധിക്കുക. Transfers the weight of the body to the legs. എങ്ങനെ? Transfers ബോഡിന്റെ വെയിറ്റ് ഇല്ലേ? ബോഡി വെയിറ്റ് ടു ലെഗിലേക്ക് ബോഡിന്റെ വെയിറ്റ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന ബോൺസും അതിന്റെ കണക്ഷനും ഒക്കെ കൊടുക്കുന്ന ആളാണ് നമ്മുടെ പെൽവിക് ക്രിഡിൽ എന്ന് പറയുന്നത്. സോ ട്രാൻസ്ഫർ ദ ബോഡി വെയിറ്റ് ടു ലെഗ്. ഓക്കെ അല്ലേ? ഇനി എൻക്ലോസസ് ദ പാർട്സ് ഓഫ് ദി ബോഡി ബിലോ ദ സ്റ്റൊമക്. എൻക്ലോസസ് ദ പാർട്സ് ഓഫ് ദ ബോഡി below stomach. Clear ആണോ? So encloses the parts of the body below the stomach. Encloses the parts of the body below stomach നെ enclose ചെയ്യുന്ന ആളുകൾ കൂടിയാണ് ആര് മക്കളെ? നമ്മുടെ ഹിപ്പ് ക്രിഡിൽ സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? സോ ലൊക്കേറ്റഡ് ഇൻ ദ ലോവർ പാർട്ട് ഓഫ് ദി ട്രങ്ക്, ദ ഹിപ്പ് ക്രിഡിൽ ഈസ് മേഡ് അപ്പ് ഓഫ് 3 pairs. എന്തൊക്കെയാണ്? ഇലിയം, ഇഷ്യം ആൻഡ് പ്യൂബേസ്. പ്രൊവൈഡ് അറ്റാച്ച്മെന്റ് ടു ദ thigh bones. പ്രൊവൈഡ് അറ്റാച്ച്മെന്റ് ടു ദ മസിൽസ്. പിന്നെന്താണ്? ട്രാൻസ്ഫർ ദ വെയിറ്റ് ഓഫ് ദി ബോഡി ടു ദ ലെഗ്സ് ആൻഡ് ക്ലോസ് ദ പാർട്സ് ഓഫ് ദി ബോഡി ബിലോ ദ സ്റ്റൊമക്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പെൽവിക് ക്രിഡിലിന്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഓഫ് പെൽവിക് ക്രിഡിൽ ഈസ് ക്ലിയർ ഫോർ യു. ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഓക്കെ. നൗ സീ ദ സ്കൾ. ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് സ്കള്ളിന്റെ കേസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദ സ്കെൽട്ടൺ ഓഫ് ഹെഡ്. ഹെഡിന്റെ സ്കെൽട്ടൺ ആണ് നമ്മുടെ സ്കള്. അപ്പൊ എന്താണ്? Skeleton of head is known as skull. Skeleton of head is known as skull. It is made up of എന്താണ് മക്കളെ? 29 bones. അത് എന്തൊക്കെയാണ്? 29 ബോൺസ് ആണ്. 29 ബോൺസ് ആയിട്ടാണ് അത് മെയ്ഡ് ചെയ്തത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് അതിന്റെ ബോൺസും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്തൊക്കെയാണ്? കാർണിയൽ ബോൺസ്. We have carnial bones. We have facial bones. മുഖത്തേക്കുള്ളത് facial bones, upper jaw bone, bones of middle ear. ശ്രദ്ധിച്ചോ? എന്താണ്? the skeleton of the head ആണത്. the made up of 29 bones. carnial bones. ശ്രദ്ധിച്ചോ? എന്താണ് നമുക്കുള്ളത്? carnial bones, facial bones, upper jaw bone, bones of middle ear. ഇതാണ് അതിന്റെ ബോൺസ് എന്ന രീതിയിൽ. അതായത് നമുക്ക് ഇവിടെ ഒരു ഫ്രണ്ടൽ ബോണ്ട്, സൈഗോമാറ്റിക് ബോണ്ട് ഉണ്ട് ഇവിടെ. സൈഗോമാറ്റിക് ബോൺ, മാൻഡിബിൾ ഉണ്ട് നമ്മുടെ താടി, നാസൽ ബോൺ ഉണ്ട്, മാക്സില എന്ന് പറഞ്ഞ രീതിയിലുള്ള ബോൺസും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. സി നിങ്ങൾ കാണാം ഒരു സ്കെലറ്റൽ സിസ്റ്റത്തിന്റെ
ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു പാർട്ടാണ് എന്ത്, നമ്മുടെ സ്കൾ എന്ന് പറയുമ്പോൾ അല്ലേ. നമ്മൾ സ്റ്റാൻഡ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ സ്പൈനൽ കോഡിന്റെ തൊട്ട് എബോവ് ആയിട്ട് വാട്ട് വി ക്യാൻ സീ സ്കൾ അല്ലേ. ഈ ഒരു സ്കൾ എന്ന് പറയുമ്പോൾ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള പൊസിഷനിലാണ് നിൽക്കുക. ആ സ്കള് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിന്റെ കണക്ഷൻ വരുന്ന നെക്ക് റീജിയൻ, അവിടെയുള്ള മൂവ്മെന്റ്സിനെയാണ് നമുക്ക് പോസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ മൂവ്മെന്റ്സ്, അതായത് ജോയിന്റ്സിന്റെ മൂവ്മെന്റ് ആണ് നമുക്ക് ഹെഡ് ഷേക്കിംഗ് ഒക്കെ പറ്റുന്നത്. ഓക്കെ, കാരണം അവിടെ ഏറ്റവും കൂടുതൽ ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ്, ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി പ്രൊട്ടക്റ്റഡ്. അപ്പൊ എത്ര തരത്തിലുള്ള ബോൺസ് ഉണ്ട്? 29 ആയിട്ടുള്ള ബോൺസ് വെച്ചിട്ടാണ് അത് പ്രിപ്പയർ ചെയ്തത്, അത് ഉണ്ടാക്കിയത്. അപ്പോൾ അതിന്റെ കാൽഷ്യം കണ്ടന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തൊക്കെ പാർട്സ് ഓഫ് ബോൺസ് ഉണ്ട്? ഫ്രണ്ടൽ ബോൺസ് ഉണ്ട്, സൈഗോമാറ്റിക് ബോൺസ് ഉണ്ട്. അത് ഓരോ റീജിയനിലും നിങ്ങൾ നോക്ക്, ഈ ഒരു റീജിയൻ, ഈ ബ്ലാഡ് റീജിയനിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. സൈഗോമാറ്റിക് ബോൺസ് നോക്ക്, നമ്മുടെ ഈ കവിൾ, ഈ റീജിയനിൽ നമുക്ക് കാണാൻ പറ്റും. മാൻഡിബിൾ എന്ന് പറഞ്ഞ ബോൺസ് നോക്ക്, നമ്മുടെ താടി, ഈ റീജിയനിൽ നമുക്ക് കാണാൻ പറ്റും. മാക്സില എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ റീജിയനിൽ കാണുന്നതാണ് മാക്സില ബോൺ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നോസിന്റെ റീജിയനിലുള്ള ബോൺസ് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് സ്കള്ളിന്റെ കേസിൽ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാനുള്ളത്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഓഫ് സ്കൾ ഈസ് ഓൾസോ ക്ലിയർ ഫോർ യു. സ്കള്ളിന്റെ കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ?